ദിനവും യേശുവിന്റെ ചാരേ, ദിനവും യേശുവിന്റെ കൂടെ, ദിനവും യേശുവിന്റെ ചാരേ. തീരുമാനത്തോടെ പാടിക്കേ. ദിനവും യേശുവിന്റെ കൂടെ, ദിനവും യേശുവിന്റെ ചാരേ. സന്തോഷം നിറഞ്ഞ ആദരങ്ങൾ കൊണ്ടത് പാടിക്കേ. ദിനവും യേശുവിന്റെ കൂടെ, ദിനവും യേശുവിന്റെ ചാരേ. പിരിയാൻ കഴിയില്ലെനിക്ക് പ്രിയനേ, പ്രിയനേ എന്നേശുനാഥ. അതിനും തുറന്നൊന്ന് പാടിക്കേ. പിരിയാൻ കഴിയില്ലെനിക്ക് പ്രിയനേ എന്നേശുനാഥ. Welcome back to I2I at the Rapture Broadcasting Network. We're going to shoot this episode here in Cochin, enjoying the lush green environment here in Cochin. It's a little humid here, but the place is so beautiful. God has blessed each of our days so beautifully. And as you know, I2I is a program where we are interviewing anointed men of God from all over the world. Today also we got a very special man of God here, a man of God who is a worship leader. I know for sure you're going to be blessed. And this is none other than Pastor Lordson Anthony, a man of God who is doing a worship ministry in Kerala. I2I-ലേക്ക് പാസ്റ്ററിനെ സ്വാഗതം ചെയ്യുന്നു. ഈ പാസ്റ്റർ ലോഡ്സൺ ആന്റണിയിലേക്ക് വരുന്നതിന് മുന്നേ ലോഡ്സൺ ആരായിരുന്നു? എങ്ങനെ ലോഡ്സൺ പാസ്റ്റർ ലോഡ്സണായി ഇന്നത്തെ വർഷിപ്പ് ലീഡറായി എന്ന് വ്യൂവേഴ്സിനോട് പറയാൻ പറ്റുമോ? തീർച്ചയായും. ഞാൻ ഒരിക്കലും ചിന്തിച്ചതായിരുന്നില്ല ലോഡ്സൺ എന്ന വ്യക്തിയിൽ നിന്നും പാസ്റ്റർ ലോഡ്സണിലേക്കുള്ള ഒരു യാത്ര. പക്ഷേ ദൈവത്തിൻ്റെ നിർണയമായിരുന്നു അത്. എൻ്റെ മാതാപിതാക്കളുടെയും കുടുംബത്തിൻ്റെയും പ്രാർത്ഥന, അവർ കർത്താവിന് വേണ്ടി നിന്നതിൻ്റെ ഒരു ഉത്തരമാണ്. ഞാൻ മാത്രമല്ല, എൻ്റെ കുടുംബം, എൻ്റെ സഹോദരന്മാർ എല്ലാവരും കർത്താവിൻ്റെ വേലയിലേക്ക് കടന്നു വന്നത്. ഇതെല്ലാം എൻ്റെ പിതാവും മാതാവും അവർ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിഷ്കളങ്കതയോടുകൂടെ ലാഭേച്ഛ കൂടാതെ കർത്താവിന് വേണ്ടി നിന്നതിൻ്റെ റിസൾട്ടാണിത്. ഞാനെന്നായിരിക്കുന്ന സാഹചര്യം, എൻ്റെ വൈഫ്, കുഞ്ഞ്, കുടുംബമായി ഞങ്ങൾക്ക് കർത്താവിൻ്റെ വേലയിലായിരിക്കാൻ കഴിഞ്ഞത് അത് ഞങ്ങളുടെ മിടുക്കുകൊണ്ടല്ല. ദൈവം ഞങ്ങളെ തിരഞ്ഞെടുത്തു, ദൈവം ഞങ്ങളുടെ മേൽ അതിനുള്ള മനസ്സലിവ് കാണിച്ചു. അതുതന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പാസ്റ്ററിന് രക്ഷയുടെ അനുഭവത്തിലേക്ക് വന്നതിന് ശേഷം ഈ വർഷിപ്പ് ലീഡർ ആകണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, അതോ പിന്നെ അത് തീരുമാനിച്ചാണോ? ദൈവം നേരത്തെ വർഷിപ്പ് ലീഡിങ്ങിനുള്ള എന്തെങ്കിലും ഒരു പ്രവചനമോ എന്തെങ്കിലും ഒരു ഐഡിയ തന്നിട്ടുണ്ടായിരുന്നു? ഞാൻ ഈ വർഷിപ്പ് മിനിസ്ട്രി ആ ഒരു മേഖലയെ ഞാൻ തിരഞ്ഞെടുത്തതാണെന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷെ ദൈവം അങ്ങനെ ഒരു മൂവ്മെൻറ്റിലൂടെ ചലിപ്പിച്ചു, അതിനകത്ത് ഉയർച്ചകൾ നൽകി, അതിനകത്ത് നിലനിർത്തി. വർഷങ്ങൾക്ക് മുൻപ് തന്നെ ഞാൻ വളരെ കുഞ്ഞായിരിക്കുമ്പോൾ എൻ്റെ വീട്ടിൽ വന്ന പല പ്രവാചകന്മാരും, എൻ്റെ പിതാവിൻ്റെ സ്നേഹിതന്മാരും പലരും വന്ന് എന്നെ കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ എൻ്റെ തലയിൽ കൈവച്ച് പറഞ്ഞിട്ടുള്ള ചില ദൂതുകളായിരുന്നു. നീ പാടുന്നവൻ മാത്രമായിരിക്കില്ല, അനേകരെ കൊണ്ട് പാടിക്കുന്നവൻ കൂടെ ആയിരിക്കും, അനേകരെ ഒരുമിച്ച് ആരാധനയിലേക്ക് നയിക്കുന്നവനായിരിക്കും. അങ്ങനെ ദൂതുകൾ ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ അന്നൊന്നും കേരളത്തിൽ വർഷിപ്പ് മിനിസ്ട്രി അല്ലെങ്കിൽ വർഷിപ്പ് ലീഡേഴ്സ് അങ്ങനത്തെ ഒരു നിലവാരം, ആ ഒരു തരത്തിലുള്ള ശുശ്രൂഷ അധികമാരും ചെയ്തിരുന്നില്ല. എല്ലാവരും ഒരു ഗ്രൂപ്പായി നിന്ന് പാടി ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന അങ്ങനെ ഒരു തലം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആരാധനയിൽ അങ്ങനെ ശുശ്രൂഷിക്കുന്ന ഒരു സംഭവം പണ്ടുണ്ടായിരുന്നില്ല. പക്ഷെ ആ സമയത്തും ഞാൻ അങ്ങനെയുള്ള ദൂതുകൾ കേട്ടിട്ടുണ്ട്. പക്ഷെ എനിക്കറിയില്ലായിരുന്നു ഇങ്ങനെയൊരു സംഭവം. ഞാൻ കരുതിയത് മ്യൂസിക് ഡയറക്ഷൻ ചെയ്യുക, മ്യൂസിക് കമ്പോസ് ചെയ്ത് മറ്റുള്ളവരെ കൊണ്ട് പാടിപ്പിക്കുക, അതായിരിക്കും ദൈവം എന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് എന്നായിരിക്കും ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ കരുതിയത്. ഞാൻ അതിനുവേണ്ടി കുറേ അധ്വാനിച്ചിട്ടുമുണ്ട്. എൻ്റെ വലിയൊരു ഡ്രീമായിരുന്നു ഒരു മ്യൂസിക് ഡയറക്ടറായി ഈവൻ ഫിലിം ഇൻഡസ്ട്രിയിൽ അങ്ങനെയുള്ള പുറത്തേക്കൊക്കെ പോയി മ്യൂസിക്കിൽ വളരണമെന്നുള്ളത് എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു. ഞാൻ അതിന് പല സ്റ്റെപ്പുകളും വെച്ചിട്ടുണ്ടായിരുന്നു. ആ മേഖലയിൽ കുറച്ച് നാൾ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്.
അത് ശരി. പക്ഷെ അവിടെ നിന്നെല്ലാം ദൈവം എന്നെ പുറത്തു കൊണ്ടുവന്നു. ഓക്കെ. അതല്ല എൻ്റെ വഴിയെന്നും ഞാൻ അതിലൂടെ ചലിക്കേണ്ടവനല്ല എന്നും ദൈവം എന്നെ ബോധ്യപ്പെടുത്തിയത് കൊണ്ടാണ് എനിക്ക് അവിടെ നിന്നും വിട്ട് കർത്താവിന് വേണ്ടി നിൽക്കുവാനായിട്ട് കൃപ ചെയ്തത്. എങ്ങനെയാണ് പാസ്റ്റർ ബോധ്യമായത് എൻ്റെ തിരഞ്ഞെടുപ്പ് വേറെയാണെന്നുള്ള രീതി? അതിലൊരു പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് വെച്ചാൽ, ഞാൻ എൻ്റെ കുഞ്ഞിലെ മുതൽ ഞങ്ങൾ കർത്താവിൻ്റെ വേലയിൽ തന്നെ വളർന്നു വന്നൊരു കുടുംബമാണ്. കുടുംബമായിട്ട് കർത്താവിൻ്റെ വേല ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും. എൻ്റെ ഡാഡിയും മമ്മിയും അവർ രണ്ടുപേരും നന്നായിട്ട് പാടും. അവർ കർത്താവിന് വേണ്ടി പരസ്യങ്ങളിലൊക്കെ വളരെ ശക്തമായിട്ട് ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ട് ഒരു ഓപ്പൺ ആയിട്ടുള്ള സ്ഥലത്ത് നിന്ന് പാടിയിട്ടുള്ളത് പരസ്യോധനാണ്. ഞാൻ ഏറ്റവും ആദ്യം പാടിയിട്ടുള്ളത്. എനിക്ക് ഫസ്റ്റ് ഓഫറിങ് വന്നത് പാസ്റ്റർമാരൊന്നുമല്ല. ആദ്യത്തെ ഓഫറിങ് എനിക്ക് കിട്ടിയത് ഒരു ജംഗ്ഷനിൽ നിന്ന് പാടി ഇറങ്ങിയപ്പോൾ അവിടുത്തെ ഓട്ടോറിക്ഷ ഡ്രൈവർ ഒരു ജംഗ്ഷനിൽ എൻ്റെ പിതാവ് നടത്തിയ ഒരു പരസ്യോധനകത്ത്, ആ പരസ്യോധനകത്ത് ഒരു സ്ട്രീറ്റ് മിനിസ്ട്രി അതിനകത്ത് ഒരു പാട്ടുണ്ടായിരുന്നു. ഉടച്ച തേങ്കായിലെ ഒരു തെറിച്ചതുണ്ടാകിലും എടുത്തു പാർത്തതില്ലേ സ്വാമി റുസിത്ത് പാർത്തതില്ലേ, ഇങ്ങനെ ഒരു പാട്ടുണ്ട്. അതിൻ്റെ അർത്ഥം വളരെ ആധികാരികമായി വിഗ്രഹാരാധനയ്ക്കെതിരെ പറയുന്ന ഒരു പാട്ടാണത്. തീർച്ചയായിട്ടും ഞാൻ പാടാം. ഉടച്ച തേങ്കായിലെ ഒരു തെറിച്ചതുണ്ടാകിലും എടുത്തു പാർത്തതില്ലേ സ്വാമി റുസിത്ത് പാർത്തതില്ലേ. ഇതിന്റെ അർത്ഥമൊന്നും മനസ്സിലായില്ല. പക്ഷെ എന്താ അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ? അതിന്റെ അർത്ഥം, നാം കല്ലിന്റെ മുമ്പിൽ പോയി തേങ്ങ ഉടച്ചാലും അതിന്റെ മുമ്പിൽ വണങ്ങി നമസ്കരിച്ചാലും ആ ദൈവം അതിൽ നിന്ന് ഒന്നുപോലും എടുത്ത് നോക്കുന്നില്ല, രുചിക്കുന്നില്ല. നമ്മുടെ ആ പ്രയത്നം വ്യർത്ഥമാണ്. കണ്ട കല്ലും മറക്കട്ടയും കടവുളാകുമ അതേ വണങ്കും നൻപ ഉണ്മയെ തെറിഞ്ചിക്കോ. അതായത് മരക്കട്ടയും കാണുന്ന മരവും അല്ലെങ്കിൽ കല്ലോ ഇതൊന്നുമല്ല ദൈവം. അതിന്റെ മുമ്പിൽ പോയി വീഴുന്ന നീ ആ സത്യം മനസ്സിലാക്കണം. ഇങ്ങനെ ഒരു അർത്ഥം വരുന്ന ഒരു പാട്ട് അത് എന്നെ കൊണ്ട് പാടിപ്പിക്കുമായിരുന്നു. അത് ഞാൻ ആ പാട്ടാണ് ഞാൻ ആദ്യമായിട്ട് ഒരു യേശുക്രിസ്തുവിനെ വർണ്ണിച്ചുകൊണ്ടുള്ളൊരു പാട്ട് അല്ലെങ്കിൽ ഒരു സുവിശേഷ ഗാനം ഓപ്പൺ സ്റ്റേജിൽ നിന്നുകൊണ്ട്, അതായത് പബ്ലിക്കിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് ഞാൻ പാടുന്ന പാട്ട് അതാണ്. ഈ പാട്ട് ഒരു വലിയൊരാളാണ് പാടുന്നതെങ്കിൽ അടി ഉറപ്പായിട്ടും കിട്ടും. ഒരു മനുഷ്യനോട് നമുക്ക് പോയി പറയാൻ പറ്റത്തില്ല, നേരെ പോയിട്ട് നീ തേങ്ങ പൊട്ടിക്കുന്നതൊക്കെ തെറ്റാണെന്ന് ആരോടെങ്കിലും പറഞ്ഞാൽ അടി ഉറപ്പായിട്ടും കിട്ടും. അപ്പൊ ആ സ്ഥാനത്ത് ഞാൻ പാടിക്കഴിഞ്ഞപ്പോ ഞാനൊരു കൊച്ചു കുഞ്ഞായിരുന്നു, വളരെ കൊച്ചു കുഞ്ഞായതുകൊണ്ട് എൻ്റെ അന്നത്തെ പാടുന്ന സ്റ്റൈലും ഇതെല്ലാം കൊണ്ട് എല്ലാവരിലും പെട്ടെന്നൊരു ആകർഷിക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ ആദ്യമായിട്ട് ഞാൻ പാടി ഇറങ്ങുമ്പോൾ അവിടെയുള്ള ഓട്ടോറിക്ഷ തൊഴിലാളികളെല്ലാവരും കൂടെ ഒരു നോട്ടുമാല കൊണ്ടുവന്നിട്ടത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അത് വലിയ മോട്ടിവേഷൻ ആയിരുന്നില്ലേ? അത് വലിയൊരു മോട്ടിവേഷൻ ആയിരുന്നു. അപ്പോൾ അത് കഴിയുമ്പോൾ എന്തെങ്കിലും ദൈവത്തിന് വേണ്ടി ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു? എൻ്റെ അകത്ത് ആഗ്രഹങ്ങൾ ഒരുപാടുണ്ടായിരുന്നു. പക്ഷെ അതിനേക്കാളും എന്നെ പിടിച്ചു നിർത്തിയ കുറേ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ, ഞങ്ങൾ ആ സമയത്ത് സാമ്പത്തികമായിട്ട് വളരെ ഞെരുക്കത്തിലായിരുന്നു. എൻ്റെ ഡാഡി മിനിസ്ട്രി ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ എല്ലാം ഈ വില്ലേജ് ഏരിയയിൽ സുവിശേഷം എത്താത്ത സ്ഥലങ്ങളിൽ പോയി സുവിശേഷ വേല ചെയ്യും. ആരും സപ്പോർട്ട് ചെയ്യാൻ കാണത്തില്ല. പട്ടിണിയും ബുദ്ധിമുട്ടൊക്കെ ഒരുപാട് പോകണം. അപ്പം അതിലൂടെയൊക്കെ മുമ്പോട്ട് പോയപ്പോൾ എനിക്ക് പൊതുവേ സുവിശേഷ വേലയോട് ഒരു വിരക്തി തോന്നുവാൻ തുടങ്ങി. ജീവിക്കാൻ ബുദ്ധിമുട്ടാണല്ലോ. അതെ അതെ. എല്ലാവരുടെ മുമ്പിൽ അന്ന് അറിയില്ല എന്താണിതെന്ന്, സുവിശേഷം എന്നൊന്നും അറിയില്ല. അതുകൊണ്ട് തന്നെ ആ പ്രദേശത്ത് ഞങ്ങൾ കളിക്കാൻ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ കൂടെ ആരും കളിക്കാനൊന്നും വരത്തില്ല. ആളുകളെല്ലാം ഞങ്ങളെ അകറ്റി നിർത്തുമായിരുന്നു. അപ്പം അതൊക്കെ വല്ലാതെ വിഷമമായിരുന്നു. അപ്പം അതുകൊണ്ട് എങ്ങനെയെങ്കിലും അതിൽ നിന്നൊക്കെ ഒന്ന് പുറത്തു ചാടി ആളുകളെല്ലാം അറിയപ്പെടുന്ന രീതിയിലൊക്കെ ഒന്ന് ചലിക്കണമെന്നൊക്കെ, അല്ലെങ്കിൽ ആളുകളൊക്കെ മിങ്കിൾ ചെയ്യണം, എല്ലാവരോടും ഇടപെടണം, അങ്ങനെയൊക്കെ വലിയൊരു ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് ഒരു അകന്നകന്ന് പോകാൻ തുടങ്ങി. പക്ഷേ ദൈവത്തിൻ്റെ സ്നേഹം, പിന്നെ ഈ പറഞ്ഞതുപോലെ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു തിരഞ്ഞെടുപ്പ് ഇതിൽ നിന്നെല്ലാം വിട്ട് ഇതിനകത്തേക്ക് തന്നെ ഒരു തിരഞ്ഞെടുപ്പ് ആഗ്രഹിച്ചതെന്ന് പറഞ്ഞാൽ, എൻ്റെ ചെറുപ്രായം മുതൽ തന്നെ എൻ്റെ മാതാവും പിതാവും അവർ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. എന്നും രാത്രി ഞങ്ങൾ കിടന്നുറങ്ങുമ്പോൾ മിഡ് നൈറ്റിൽ വന്നിട്ട് ഇവർ ഞങ്ങളുടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. ഇത് കർത്താവിന് പ്രയോജനമുള്ള കുഞ്ഞുങ്ങളാണ്, ഇവരൊരിക്കലും ഈ ലോകത്തിന് വേണ്ടി പോകരുത്, യേശുവിനെ ഉയർത്താൻ വേണ്ടി ഇറങ്ങണം. ഇങ്ങനെ എപ്പോഴും അങ്ങനെ ബ്ലസ് ചെയ്ത് ക്രിസ്തുവിൽ അനുഗ്രഹിച്ചോ വർഷങ്ങളോളം. ഞാൻ വലുതായി ഞങ്ങൾക്ക് വളർന്നു വരുന്തോറും ഈ പ്രാർത്ഥനയ്ക്ക് മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല. വർഷങ്ങളോളം അവർ പ്രാർത്ഥിക്കുമായിരുന്നു. ആ പ്രാർത്ഥനയുടെ റിസൾട്ടാണ് എനിക്കൊരിക്കലും അങ്ങനെ ചലിക്കാൻ കഴിയാത്ത രീതിയിൽ അതിനകത്തെ മഹത്വത്തിന്റെ പുറകെ ഓടാനായിട്ട് ദൈവം അനുവദിച്ചില്ല. അതല്ലാതെ
ഒരു സാധാരണ മനുഷ്യൻ എന്ന നിലയിൽ അങ്ങനെ പുറകെ പോകാൻ ഈസിയാണ്. പക്ഷെ അത് വേണ്ടെന്ന് വെച്ച് തിരിയാനായിട്ട് ആ ഒരു നിയോഗവും ദൈവത്തിന്റെ വാഗ്ദത്വം ഒക്കെയാണ് നമ്മളെ പിടിച്ചു നിർത്തിയത്. അത് ഒരു വലിയൊരു നന്മയായിട്ട് കരുതുന്നു. പിതാക്കന്മാരുടെ പ്രാർത്ഥനയ്ക്ക് അത്ര വലിയ വാല്യൂ ഉണ്ട്. ഷുവറായിട്ടും. ഈ വർഷിപ്പ് ലീഡിങ്ങിലേക്ക് വന്ന നാളുകൾ, അല്ലെങ്കിൽ വർഷിപ്പ് ലീഡർ ആയത് കുറച്ച് നാളുകൾക്ക് ശേഷമല്ലേ? അപ്പം ആദ്യമായി ഈ പാട്ട് പാടി ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന സമയങ്ങളിൽ എങ്ങനെ ഈ ടാലൻ്റ് ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ടാണോ, അതോ പാട്ട് പാടാൻ ഇറങ്ങിയ, അതോ ദൈവത്തെ മഹത്വപ്പെടുത്താൻ ഇറങ്ങിയ? ആദ്യമേ രക്ഷയുടെ ഇത് ബോധ്യം വന്നു നമുക്ക് ദൈവം വിളിച്ചിറക്കിയാണ്. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്തത് വേറെ എന്തെങ്കിലും മിനിസ്ട്രി ആണോ? വർഷിപ്പ് മിനിസ്ട്രി തന്നെയായിരുന്നു. വർഷിപ്പ് മിനിസ്ട്രി ആയിരുന്നു. അപ്പോൾ ഈ പാട്ട് പാടിക്കൊണ്ടിരുന്ന സമയത്ത് ഈ ഏതെങ്കിലും ഒരു വർഷിപ്പ് ടീമിൻ്റെ കൂടെ പാട്ട് പാടുകയായിരുന്നു, അതോ? ഞാൻ ആ സമയത്ത് കൂടുതലും എൻ്റെ ഡാഡിയുടെ കൂടെ തന്നെയായിരുന്നു പാടിക്കൊണ്ടിരുന്നത്. പിന്നീടാണ് ഞാൻ ഒറ്റയ്ക്ക് തനിയെ ഉള്ള മിനിസ്ട്രിയിലേക്ക് ഞാൻ ഇറങ്ങുന്നത് എൻ്റെ ജോലിയെല്ലാം വിട്ടതിന് ശേഷമാണ്. അപ്പോൾ ആ സമയത്തൊക്കെ ഞാൻ കീബോർഡ് വായിച്ചുകൊണ്ട് തന്നെ പാടുമായിരുന്നു. അന്ന് എനിക്ക് കൂടുതലും അവസരങ്ങൾ ഉണ്ടായിരുന്നത് സാമ്പത്തികമായി ഞെരുങ്ങിയിരുന്ന വ്യക്തികൾ നടത്തുന്ന മീറ്റിങ്ങിനകത്ത് അവർക്ക് മറ്റുള്ള ഒരുപാട് പേരെ ഒന്നും വിളിക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ ഞാൻ കീബോർഡ് വായിച്ചൊന്ന് പ്ലേ ചെയ്ത് പാടുന്നത് അവർക്കൊരു സഹായമായിരുന്നു. അങ്ങനെയായിരുന്നു. പക്ഷെ പല രാത്രികളിലും ഞാൻ എൻ്റെ കീബോർഡുമായിട്ട് ഇരുന്ന് പാട്ടുകൾ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ പാട്ടൊക്കെ ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ പരിധി വിട്ട് പോകുന്ന ചില അനുഭവങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ട്. പരിധി വിട്ട് എന്ന് ഞാൻ ഉദ്ദേശിച്ചത് കൂടുതലും ആത്മാവിൽ തന്നെ ആരാധിക്കുവാനും കുറേ സമയം ദൈവസന്നിധിയിൽ ആരാധനയിൽ ഒറ്റയ്ക്കായിരിക്കുന്ന സമയത്ത് ചിലവഴിക്കുവാനൊക്കെ കൃപ ചെയ്തിട്ടുണ്ട്. കൂടുതലും വർഷിപ്പ് മിനിസ്ട്രിയിലേക്ക് ഇറങ്ങുവാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് എൻ്റെ സ്പിരിച്വൽ ഫാദറായിട്ടുള്ള പാസ്റ്റർ CX ബിജു ആണ്. ഞാൻ മിനിസ്ട്രിയോ അല്ലെങ്കിൽ ശുശ്രൂഷയോ ഇതിനൊന്നും സ്നേഹിക്കാതെ അതിൽ നിന്നെല്ലാം മാറി നടന്നിരുന്ന ഒരു കാലഘട്ടത്തിൽ ഒരു ദൈവ നിയോഗപ്രകാരം ഒരു ദൈവ ശബ്ദം കേട്ട് എൻ്റെ പിതാവിൻ്റെ അടുത്ത് വന്ന്, എൻ്റെ ഡാഡിയുടെ അടുത്ത് വന്നിട്ട്, ഞങ്ങളുടെ ചർച്ചിൽ ഒരു കീബോർഡ് വായിക്കാൻ ഒരാൾ വേണം, ഒരു പാട്ട് പാടാൻ ഒരാൾ വേണം. പ്രാർത്ഥിച്ചപ്പോഴത്തേക്കും പാസ്റ്ററിൻ്റെ ഇളയ മോനെ അതിനൊന്ന് വിട്ടുകിട്ടിയാൽ നല്ലതായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് വീട്ടിൽ വന്ന് എൻ്റെ ഡാഡിയോട് പറഞ്ഞ് എന്നെ താൻ വിളിച്ചുകൊണ്ട് പോവുകയായിരുന്നു. എനിക്കൊട്ടും താല്പര്യമില്ലായിരുന്നു അവിടെ പോകുന്നത്. അപ്പോൾ ഞാൻ അവിടെ ചെന്നതിന് ശേഷമാണ്, അവിടെ ചെന്നപ്പോഴുള്ള എൻ്റെ ഏറ്റവും വലിയ ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. കാരണം വേറെ ഒന്നുമല്ല, അവിടെ എല്ലാവരും ചാടി മറിഞ്ഞ് തുള്ളിച്ചാടിയൊക്കെ ദൈവത്തെ ആരാധിക്കുന്നത്. എനിക്കിത് കാണുമ്പോൾ ഒരു തമാശയായിരുന്നു. ഞാനവരെ ചുമ്മാ ഇങ്ങനെ പ്രോത്സാഹിപ്പിക്കുന്നത് പോലെ അവരെ ഒന്ന് പെരുപ്പിച്ച് അവരെ ഒന്ന് അവരുടെ ആ വർഷിപ്പ് ഒന്ന് കൂട്ടണമെന്നൊക്കെ തോന്നിയിട്ട് മ്യൂസിക്കിൽ ഞാൻ കുറേയൊക്കെ ഇത് ചെയ്യുമായിരുന്നു. അത് ഞാൻ ചുമ്മാ അവരെ കളിയാക്കുന്ന രീതിയിലായിരുന്നു ആദ്യമൊക്കെ ചെയ്തത്. പക്ഷെ അത് പതുക്കെ എന്നെ തൊടാൻ തുടങ്ങി. എന്നെ ആ ആരാധനയിലേക്ക് എന്നെ പിടിച്ചു കൊണ്ടുപോകാൻ തുടങ്ങി. ഞാൻ അവിടെ ചെല്ലുന്ന സമയത്ത് എൻ്റെ ചില പ്രവൃത്തികളും ഞാൻ എൻ്റെ വേഷവും ഇതെല്ലാം കാണുമ്പോൾ അവിടെയുള്ള വിശ്വാസികൾ പല പ്രാവശ്യം ഞങ്ങളുടെ പാസ്റ്ററിനോട് വന്ന് പറഞ്ഞിട്ടുണ്ട്, പാസ്റ്ററെ ആ ചെറുക്കനെ ഒന്നും അവിടെ നിന്ന് പിടിച്ചു മാറ്റും, അവനവിടെ നിൽക്കുമ്പോൾ ഞങ്ങൾക്ക് ആരാധിക്കാൻ തോന്നുന്നില്ലെന്ന് വരെ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അതൊന്നും പുള്ളി കാര്യമാക്കിയില്ല. പുള്ളി ആ ദൈവം പറഞ്ഞ നിയോഗത്തെ, ദൈവം പറഞ്ഞ വാക്കിനെ വില കൊടുത്ത് എനിക്കെതിരെ പല പ്രശ്നം കംപ്ലയിൻറ്റ്സും ഇതെല്ലാം കിട്ടിയാലും പുള്ളി അതെല്ലാം ക്ഷമിച്ച് എന്നെ ഒരുപാട് സ്നേഹിക്കുകയും ഞാനത് വിശ്വസിക്കുന്നു. അതൊരു ഈ കാലഘട്ടത്തിൽ ആത്മീയ പിതാക്കന്മാരും ആത്മീയ സന്തതികളും ഇല്ലാതെ പോകുന്നൊരു കാലഘട്ടമാണ്. പക്ഷേ പാസ്റ്റർ CX ബിജു പാസ്റ്റർ താൻ എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഒരുപാട് എനിക്ക് ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുവാനും എന്നെ തിരുത്തുവാനും പല കാര്യങ്ങളിലും പല മേഖലകളിൽ എന്നെ തിരുത്തുവാനും ഒക്കെ താൻ ഒരുപാട് എന്നെ ഇൻസ്പയർ ചെയ്ത കർത്താവിൻ്റെ ദാസനാണ്. റിയലി ഈസ് എ ബ്ലെസ്സഡ് സ്പിരിച്വൽ ഫാദർ ഫോർ മീ. ഞാൻ അത് വിശ്വസിക്കുന്നു. ഇന്നും ഞാൻ തൻ്റെ മിനിസ്ട്രിയോട് ചേർന്നാണ് നിൽക്കുന്നത്. എൻ്റെ എല്ലാ മൂവ്മെൻറ്റ്സിലും പുള്ളിയുടെ ബ്ലെസ്സിങ് എപ്പോഴും കൂടെ ഉണ്ട്. ഈവൻ ഞാൻ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് വരെ പുള്ളിയെ വിളിച്ച് പ്രാർത്ഥിച്ചിട്ടാണ് പോയിട്ടുള്ളത്. ഒരു വർഷിപ്പ് ലീഡറിനെ സംബന്ധിച്ചോളം വാട്ട് ഈസ് എ പ്രൈം ക്വാളിറ്റി? അദ്ദേഹത്തിന് ആ വ്യക്തിക്ക് പാട്ടിൻ്റെ ടാലൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണോ, അതോ ഇസ് ദ സംതിങ് എൽസ് ദാറ്റ് ഇസ് മോർ എലമെൻ്റൽ? എന്തായാലും ഒരു വർഷിപ്പ് ലീഡറിനെ സംബന്ധിച്ചോളം ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് എന്താ പാസ്റ്റിൻ്റെ വ്യൂവിൽ വ്യൂവേഴ്സിനോട് പറയാൻ പറ്റുക?
ആരാധന എന്ന് പറയുമ്പോൾ നിഷ്കളങ്കമായ ദൈവസ്നേഹത്തിൻ്റെ, ദൈവത്തോടുള്ള നമ്മുടെ സ്നേഹത്തിൻ്റെ ചില പ്രകടനങ്ങളായി പൊതുവേദികൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. എന്നാൽ വ്യക്തിപരമായ ഒരു മനുഷ്യൻ അവൻ്റെ ജീവിതം കൊണ്ട് എങ്ങനെ ക്രിസ്തുവിനെ വെളിപ്പെടുത്തുന്നു എന്നുള്ളതാണ് ആരാധന. നന്നായി പാടാനും നന്നായി നൃത്തം ചെയ്യാനും നന്നായി വാദ്യോപകരണങ്ങൾ ഉപയോഗിക്കാനും ഒക്കെ എല്ലാവരെ കൊണ്ടും പറ്റും. എന്നാൽ അവനത് ചെയ്യുന്നതിനകത്തുള്ള ദൈവത്തോടുള്ള അവൻ്റെ സിൻസിയറിറ്റി, ദൈവത്തോടുള്ള സ്നേഹം, ഇതിൻ്റെയൊക്കെ റിസൾട്ട് വരുമ്പോഴാണ് ആ മഹത്വം വ്യാപരിക്കുക, ദൈവ സാന്നിധ്യം ചലിക്കുക, യെസ്, ഇത് സംഭവിക്കുന്നത്. ഒരു പാട്ട് പാടിക്കൊണ്ടിരിക്കുമ്പോൾ അതിനകത്തെ വരികൾ ഇറങ്ങിച്ചെന്ന് വ്യക്തികളെ തൊടുന്നതും ഈ തലങ്ങളിലൂടെയാണ്. പല പ്രാവശ്യം പല വ്യക്തികൾ എന്നോട് വന്ന് പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങളായിരുന്നു. തകർന്ന് ഏത് വിഷയത്തിൽ ഞാൻ ആകെ തകർന്നിരുന്നു, ഇന്ന് പാടിയ വരികൾ എൻ്റെ ആ ജീവിതത്തിലെ ആ വിഷയത്തിൻ്റെ മേൽ സ്പർശിച്ചു, അതിൽ നിന്ന് എനിക്ക് വിടുതൽ തന്നു, വിജയം തന്നു എന്ന് പലരും വന്ന് പറയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇത് ഒരിക്കലും ആ പാട്ടിൻ്റെ മഹത്വം കൊണ്ടല്ല, പകരം ആ പാട്ടിൽ നിന്നും ചലിച്ച ദൈവ സാന്നിധ്യം, ആ വാക്കുകളിൽ നിന്നും ആ ശബ്ദങ്ങളിൽ നിന്നും നമ്മിൽ നിന്നും പുറപ്പെടുന്ന ദൈവ സാന്നിധ്യം ആ വ്യക്തിയെ തൊടുമ്പോഴാണ് അത് സംഭവിക്കുന്നത്. ഇത് അതിനകത്തൊരു വോർഷിപ്പ് ലീഡറിൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്ന ഏറ്റവും അല്ല, വോർഷിപ്പ് ലീഡർ എന്നല്ല, വോർഷിപ്പ് മിനിസ്റ്റർ ചെയ്യുന്ന വ്യക്തികളുടെ അകത്തുനിന്ന് പുറത്തു വരേണ്ടത് നിഷ്കളങ്കമായി ദൈവ സാന്നിധ്യത്തിന് വിട്ടുകൊടുക്കുക. ഇത് നമ്മുടെ കഴിവല്ല എന്നും ദൈവം ഇറങ്ങി പ്രവർത്തിക്കണമെന്നും വിശ്വസിച്ചുകൊണ്ട് ആ സമയത്ത് നിന്ന് എൻ്റെ അകത്ത് ദൈവമേ ഈ ഇപ്പോഴുള്ള എല്ലാ സാഹചര്യങ്ങളും മാറട്ടെ, ഇതിനകത്ത് പൂർണ്ണമായി ദൈവസാന്നിധ്യം നിറയട്ടെ, കർത്താവിനെ കൂടുതൽ 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 ഉയർത്തുക. വചനം പറയുന്നത് പോലെ അവൻ ഉയർന്നാൽ ബാക്കി സകലതും മാറ്റപ്പെടും. അതിനെ ഉയർത്തുവാൻ കഴിയണമെങ്കിൽ അത്രയ്ക്കധികം നാം ക്രിസ്തുവിൽ ഇൻവോൾവ് ആകണം. അപ്പോഴാണ് ആ ദൈവസാന്നിധ്യത്തിൽ ചലനങ്ങൾ സംഭവിക്കുന്നത്. അവിടെയാണ് ഒരു മിനിസ്റ്ററിൻ്റെ വിജയം സംഭവിക്കുന്നത്. അവനല്ല ചലിക്കുന്നത്, ആ വ്യക്തിയല്ല ഉപയോഗിക്കപ്പെടുന്നത്, പകരം പരിശുദ്ധാത്മാവാണ്. പല വർഷിപ്പ് ലീഡേഴ്സിനും ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. വർഷിപ്പ് ലീഡ് ചെയ്യാനായിട്ട് എനിക്കൊരു പക്ഷേ പാട്ടിൻ്റെ ഒരു ടാലൻ്റ് ഇല്ല. ഞാൻ സിൻസിയറായിട്ട് അവിടെ നിന്ന് വർഷിപ്പ് ലീഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ എനിക്ക് എന്നാലും ഒരു ക്രൗഡിനെ ക്യാരി ചെയ്യാൻ പറ്റുന്നില്ല, ക്രൗഡിനെ ഒരുമിച്ച് കൊണ്ടുവരാൻ പറ്റുന്നില്ല. പലരും അലക്ഷ്യമായിട്ട് നിൽക്കണു. അല്ലെങ്കിൽ ചില ആൾക്കാർ വന്നിട്ട് നിങ്ങളൊന്ന് കൈയടിച്ച് ഹല്ലേലൂയ പറഞ്ഞ് അങ്ങനെയൊക്കെ ഒരു ഇൻവോൾവ്മെൻറ്റ് വരുത്തുമ്പോഴാണ് അതിൻ്റെ അകത്തൊരു ലൈഫ് വരുന്നതെന്ന് പറയണം. അപ്പോൾ ഇതിനകത്ത് ഈ വർഷിപ്പ് ലീഡറിൻ്റെ ഒരു ക്വാളിറ്റി എനിക്കില്ലയോ എന്നുള്ള ഡൗട്ടുള്ള പലരും ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഒരു വെറ്ററൻ വർഷിപ്പ് ലീഡറായിട്ട് ഉള്ള ഒരു വ്യക്തി ആയതുകൊണ്ട് പാസ്റ്റർ ലോർഡ്സിൻ്റെ അടുത്ത് ഈ ക്വസ്റ്റ്യൻ. അത് ആ വർഷിപ്പ് ലീഡറിനെ സംബന്ധിച്ചോളം എന്തെങ്കിലും പർട്ടിക്കുലർലി ഡസ് ഹി ഹാവ് ടു കോൺസെൻട്രേറ്റ് സോ ദാറ്റ് ആ വർഷിപ്പ് ഒരു കുറച്ചുകൂടെ മനോഹരമാക്കാനായിട്ട്? പറഞ്ഞതിൻ്റെ സാരം ഒരുപോലെ എല്ലാ വ്യക്തികൾക്കും ആരാധനയിൽ വോർഷിപ്പ് അല്ലെങ്കിൽ വോർഷിപ്പ് മിനിസ്ട്രി ചെയ്യുമ്പോൾ അവരുടെ അകത്ത് ഒരു ബോധ്യം വരണം, ഞാനാണ് മിനിസ്ട്രി, എന്നെക്കൊണ്ട് ദൈവം ചെയ്യിക്കുന്നതാണ് എന്നുള്ള ബോധ്യം അവർക്കുണ്ടാകണം. ഇതിനകത്ത് വചനത്തിൽ ഇങ്ങനെ പറയുന്നു, ഞാൻ ബുദ്ധി കൊണ്ടും പാടും ആത്മാവ് കൊണ്ടും പാടും, ഞാൻ ബുദ്ധി കൊണ്ടും പ്രാർത്ഥിക്കും ആത്മാവ് കൊണ്ടും പ്രാർത്ഥിക്കും. നാം ആയിരിക്കുന്ന സാഹചര്യത്തെ, നമ്മുടെ മുമ്പിലുള്ള ജനത്തെ വിവേചിച്ച് ആ ജനത്തെ ക്രിസ്തുവിലേക്ക് അടുപ്പിക്കുക, ആ ദൈവ സാന്നിധ്യത്തിലേക്ക് അവരെ കൊണ്ടുവരിക എന്നുള്ളത് ഒരു മിനിസ്റ്ററിനെ സംബന്ധിച്ച് അത് അദ്ദേഹത്തിൻ്റെ മേൽ ഭരമേൽപ്പിച്ചിരിക്കുന്ന ഒരു ചുമതലയാണ്. ആ വ്യക്തി തിരിച്ചറിയേണ്ടത് അവിടെ ഇരിക്കുന്ന പല രീതിയിലുള്ള ക്രൗഡുണ്ട്. കൊച്ചു കുഞ്ഞുങ്ങളുണ്ട്, 10-നും 15-നും വയസ്സിനിടയിലുള്ള ആളുകളുണ്ട്, അതിനകത്ത് ആത്മീയമായിട്ടും പല മെച്യൂരിറ്റിയിലുള്ള ആളുകളുണ്ട്. എന്നാൽ ഇവരെ എല്ലാം ഒരുപോലെ സ്വാധീനിക്കുക എന്നുള്ളതാണ് ആരാധനയിൽ ഏറ്റവും പ്രധാനമായി നമുക്ക് വേണ്ടത്. ചില പ്രത്യേക വ്യക്തികളെ മാത്രം ചൂസ് ചെയ്തുകൊണ്ട് ഒരിക്കലും വോർഷിപ്പിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, നമുക്കവരെ എൻ്റർടൈൻ ചെയ്യാൻ പറ്റത്തില്ല. എൻ്റർടൈൻ ഉദ്ദേശിച്ചത് അവരെ അതിനകത്തേക്ക് അടുപ്പിക്കാൻ പറ്റത്തില്ല എന്നുള്ളത്. എന്നാൽ വ്യക്തിപരമായി ആ മനുഷ്യൻ്റെ പ്രാർത്ഥനയും ദൈവസാന്നിധ്യത്തിൽ തുടരുന്നതും വചനത്തിൽ തുടരുന്നതും പ്രാർത്ഥനയിലും ദൈവസാന്നിധ്യത്തിൽ എത്രത്തോളം ആ വ്യക്തി ആയിരിക്കുന്നു എന്നുള്ളത് ഇതിനകത്തൊരു പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ്.
ഏത് സാഹചര്യത്തെയും അതിജീവിക്കാൻ ദൈവസാന്നിധ്യത്തിന് കഴിയും. ഇതിൽ ഞാൻ ഏറ്റവും കൂടുതൽ എന്നെ ആ കാര്യങ്ങളിൽ ഇൻസ്പയർ ചെയ്തൊരു മനുഷ്യനാണ് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ചിക്കു കുര്യാക്കോസ്. നിത്യതയിൽ ഇപ്പോൾ വിശ്രമിക്കുന്ന നമ്മുടെ പ്രിയ സഹോദരൻ. തൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്വാളിറ്റി ആയിരുന്നു ഇത്. എത്ര ഡ്രൈ ആയിട്ടുള്ള മേഖലയാണെങ്കിലും, എത്ര എങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളാണെങ്കിൽ പോലും ചിക്കു കയറി നിന്ന് ഒരു പാട്ടിൻ്റെ ഇരടികൾ ആരംഭിക്കുമ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട് സ്വിച്ച് ഓൺ ചെയ്തതുപോലെ ദൈവ സാന്നിധ്യം ചലിക്കുന്നതും വ്യാപരിക്കുന്നതും എല്ലാം ഞാൻ കണ്ടിട്ടുണ്ട്. ഞങ്ങൾ തമ്മിൽ വ്യക്തിപരമായി നല്ല ബന്ധമുള്ള വ്യക്തികളാണ്. ഞാൻ വർഷിപ്പ് ലീഡിങ്ങിലേക്ക് എന്നെ കൊണ്ടുവന്നതിൻ്റെ വളരെ എന്നെ ഏറ്റവും കൂടുതൽ ഇൻസ്പയർ ചെയ്യുമ്പോൾ എനിക്ക് സപ്പോർട്ട് ചെയ്യുകയും ചെയ്തൊരു മനുഷ്യനാണ് എൻ്റെ സുഹൃത്ത്. അതിനകത്ത് ഞാൻ സംഭവിക്കുന്നത് കണ്ടിട്ടുണ്ട്, നമ്മുടെ അകത്ത് തൻ്റെ അകത്ത് ക്രിസ്തുവിനോടുള്ള സ്നേഹത്തിൻ്റെ ആഴം വളരെ വലുതാണ്, വളരെ വലുതാണ്. അത് ഇപ്പോൾ നമുക്കത് പറയുമ്പോൾ ഞാനതിൻ്റെ ചെറിയൊരു ഉദാഹരണം പറഞ്ഞുതരാം. ഒരു വ്യക്തിയോടുള്ള നമ്മുടെ സ്നേഹം പ്രകടിപ്പിക്കുന്നത് പല തലങ്ങളിലാണ്. ആ വ്യക്തി എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് തന്നിട്ടുണ്ടെങ്കിൽ, നാം സ്നേഹിക്കുന്ന മനുഷ്യന് ഒരു ഗിഫ്റ്റ് തന്നിട്ടുണ്ടെങ്കിൽ നമ്മളതിനെ വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് കെയർ ചെയ്യും. നമുക്ക് വലിയ പ്രാധാന്യം ഇല്ലാത്ത ഒരാളൊരു ഗിഫ്റ്റ് തന്നാൽ അത് നമ്മൾ അത്ര വലിയ കാര്യം നമ്മൾ ഉപയോഗിച്ച് അങ്ങ് മാറ്റി വെക്കും. പക്ഷെ പലയിടങ്ങളിൽ ഞാൻ കണ്ടിട്ടുണ്ട് ഈ ഷോക്കേസിലേക്ക് സൂക്ഷിച്ചു വെക്കുന്നത്. ഇതെന്തിനാ ഇവിടെ വെച്ചിരിക്കുന്നത്, ഇത് സാധാരണ സാധനം അല്ലേന്ന് ചോദിക്കുമ്പോൾ അവർ പറയും നോ 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 നോ, ഇതെനിക്ക് ഇന്ന വ്യക്തി തന്നത്. യു നോ ഹിം. ഉടനെ തന്നെ ആ വ്യക്തിയെക്കുറിച്ച് ഒരു വാക്ക്, തൻ്റെ അകത്ത് ആ വ്യക്തിയോടുള്ള ബഹുമാനവും സ്നേഹവും അത്രയ്ക്കുണ്ട്. പലപ്പോഴും എന്നോടും പലരും ചോദിക്കാറുണ്ട് എങ്ങനെയാണ് ഈ സംഭവങ്ങൾ ഇങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നത്, ഇതെങ്ങനെ മൂവ് ചെയ്യുന്നു എന്നുള്ളത്. റീസെൻ്റ്ലി എനിക്കും ഇതിനെക്കുറിച്ച് വലിയ കാര്യങ്ങളൊന്നും പറയാനില്ല. പകരം പക്ഷേ എനിക്കറിയാം ഞാൻ ആരാണ്, ഞാൻ എപ്രകാരം ഉണ്ടായിരുന്ന മനുഷ്യനാണ്, ദൈവസ്നേഹവുമായി ഞാൻ എത്രത്തോളം അകന്നു നിന്നവനാണ്, ദൈവരാജ്യവുമായി എനിക്കുണ്ടായിരുന്ന റിലേഷൻ എന്താണെന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം. എന്നിരുന്നിട്ടും എൻ്റെ ദൈവം എന്നെ സ്നേഹിച്ചതും എൻ്റെ കരം പിടിച്ചതൊക്കെ ഓർക്കുമ്പോൾ, എനിക്ക് വേണ്ടി ചെയ്തതൊക്കെ ഓർക്കുമ്പോൾ, ഒരു പെർഫോമൻസ് അല്ലെങ്കിൽ ഒരു ആക്ടിങ് എന്നതിനേക്കാൾ ഉപരിയായി ഞാൻ എവിടെയായിരുന്നാലും ഏത് സാഹചര്യത്തിലാണെങ്കിലും എനിക്ക് എൻ്റെ കർത്താവിൻ്റെ സ്നേഹത്തെ വർണ്ണിക്കുവാൻ ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ അതൊരിക്കലും ഒരു ഷോ അല്ല, ഒരിക്കലും ഒരു ഷോ അല്ല. അത് നമ്മൾ സിൻസിയറായിട്ട് തന്നെ എത്രത്തോളം ക്രിസ്തുവിൽ ഇറങ്ങി നിൽക്കാൻ കഴിയുമോ അത്രത്തോളം ഇറങ്ങി നിൽക്കുക. എത്രത്തോളം ദൈവ സാന്നിധ്യത്തിന് വേണ്ടി വിട്ടുകൊടുക്കാൻ ശ്രമിക്കുന്നു അത്രത്തോളം വിട്ടുകൊടുക്കുക. വർഷിപ്പ് ലീഡ് ചെയ്യുമ്പം ഇപ്പം ചില വർഷിപ്പ് ലീഡേഴ്സിന് അറിയാമല്ലോ, ചില പാട്ടുകൾ ചിലരെ കൂടുതലായിട്ട് ടച്ച് ചെയ്യും, ചിലരെ കൂടുതലായിട്ട് ഇൻസ്പയർ ചെയ്യും. അപ്പോൾ ദേ കീപ് ദാറ്റ് സോങ് ഫോർ ദ ലാസ്റ്റ്, ദേ കീപ് ദാറ്റ് സോങ് ഫോർ ദ പ്രൈം ടൈം. അതുപോലെ പാസ്റ്റിനും ഒരുപക്ഷെ 1-2 പാട്ടുകൾ കാണും പ്രൈമായിട്ടുള്ളത്. അത് ഇത് പാടുമ്പോൾ എനിക്കറിയാം ദൈവ സാന്നിധ്യം അവിടെ ചലിക്കും, ആൾക്കാരെ ടച്ച് ചെയ്യും. അപ്പോൾ അതുപോലെ ഒരു പാട്ട് വ്യൂവേഴ്സിൻ്റെ അടുത്തൊന്ന് പാടാൻ പറ്റും. വൺ ഓഫ് ദി സോങ്സ് ദാറ്റ് യു ഫീൽ ഇസ് വെരി പ്രൈം, അതായത് കൂടുതലും പിന്നെ വർഷിപ്പ് ലീഡിങ്ങിൽ വർഷിപ്പിൽ ശരിക്കും ഒരു മാനിഫെസ്റ്റേഷൻ വരുത്തുന്ന ഒരു പാട്ട് വ്യൂവേഴ്സുമായിട്ട് ഷെയർ ചെയ്യാൻ പറ്റും. ഷുവറായിട്ടും എനിക്ക് അതിനകത്ത് ഏറ്റവും എനിക്ക് സന്തോഷം തോന്നുന്ന ഒരു പാട്ട് തമിഴ് സോങ്ങാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു പാട്ടാണ്. പാപങ്ങൾ പോക്കവേ ശാപങ്ങൾ നീക്കവേ ഭൂലോകം വந்தாരയ്യ മനിതനെ വേട്കവേ പരലോകം തിരക്കവേ സിലുവയെ സുമന്താരയ്യ. ആ പാട്ടിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. അത് എഴുതിയ മനുഷ്യൻ വളരെ തകർന്ന തരിപ്പണമായ അനാഥനായ ഒരു മനുഷ്യനായിരുന്നു. പക്ഷേ ദൈവത്തിൻ്റെ സ്നേഹം ആ പുള്ളിയെ പുറത്തു കൊണ്ടുവന്നപ്പോൾ പുള്ളി സന്തോഷം കൊണ്ട് എഴുതിയൊരു പാട്ടാണ്. പക്ഷെ എൻ്റെ ജീവിതത്തോട് അത് അടുക്കുന്നത് ആ മനുഷ്യൻ എഴുതിയപ്പോൾ ഉണ്ടായിരുന്ന അനുഭവിച്ചൊരു ദൈവിക സന്തോഷമുണ്ട്. ഞാനത് കണ്ടിട്ടുണ്ട്. പലപ്പോഴും പാടുമ്പോൾ ജനങ്ങളിലേക്ക് വ്യാപരിക്കുന്നു. പല ഭക്തന്മാരും എഴുതിയ അനേക ഗാനങ്ങളുണ്ട്. അതുപോലെ ഒരുപാട് ഗാനങ്ങളുണ്ട്. ആ പാട്ടിൻ്റെ സാഹചര്യങ്ങളെക്കുറിച്ച് നമ്മളൊന്ന് പഠിച്ചാൽ, ആ സാഹചര്യങ്ങളെക്കുറിച്ച് നമ്മളൊന്ന് പഠിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് നമുക്ക് തിരിച്ചറിയാൻ കഴിയും അവരതിനകത്ത് വിടുതൽ പ്രാപിച്ചത് ഈ ഒരു പാട്ടിൻ്റെ ചില വരികളിലൂടെയായിരിക്കും. ഷുവറായിട്ട്. പാപങ്ങൾ പോക്കവേ ശാപങ്ങൾ നീക്കവേ ഭൂലോകം വந்தாരയ്യ.
എന്തന്നേസുവേ എന്തന്നേസുവേ എന്തന്നേസുവേ. ഒരു ഇൻടോക്സിക്കേറ്റഡ് സോങ് ആണ് അല്ലേ ശരിക്കും, ഒരു ആത്മീയ ലഹരി തീർച്ചയായിട്ടും. ഈ വർഷിപ്പിൻ്റെ പ്രാധാന്യം നമുക്കെല്ലാം അറിയാം. നമ്മളിന്ന് വിശ്വാസികളായിട്ട് നമ്മൾ ജീവിച്ചിരിക്കുന്ന ദൈവത്തെ ആരാധിക്കാനാണ്. പക്ഷേ ഇപ്പോഴും ഒരു കൂട്ടം ആൾക്കാർക്ക് ഇപ്പോഴും ആ വർഷിപ്പിൻ്റെ പ്രാധാന്യം, വർഷിപ്പിൽ കൂടെ വിടുതലുണ്ട്, വർഷിപ്പിൽ കൂടെ ഹീലിംഗ് ഉണ്ട്, എല്ലാം ഉണ്ട്. ഇന്നും ഒരു തലത്തിലുള്ള പലരും വർഷിപ്പിൻ്റെ ഒരു ടൈം കഴിഞ്ഞിട്ടായിരിക്കും വചനം കേൾക്കാനായിട്ടായിരിക്കും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തു വരുന്നത്. അപ്പോൾ വർഷിപ്പ് ശരിക്കും ഒരു മനുഷ്യനിൽ എന്ത് ചെയ്യുന്നു, അത് എന്തുകൊണ്ട് ഒരു ബിലീവറിന് വർഷിപ്പ് ഇമ്പോർട്ടൻ്റ് ആണ്, അത് ആ ബിലീവറിൻ്റെ ലൈഫിൽ ആ വർഷിപ്പ് എങ്ങനെ ആ ബിലീവറിനെ തന്നെ മാറ്റിയെടുക്കുന്നുള്ള പാസ്റ്റിൻ്റെ അനുഭവത്തിൽ വ്യൂസിനോട് ഷെയർ ചെയ്യാൻ പറ്റും. ഇത് സമയം കളയുവാനുള്ളതൊന്നല്ല. ഒരു പ്രാരംഭ സമയത്ത് വചനം കേൾക്കുവാൻ വേണ്ടി കാത്തിരിക്കുന്ന കുറച്ച് പേർക്കുള്ള എൻ്റർടൈൻമെൻ്റ് അല്ല ആരാധന. ശരിക്കും ഇന്ന് അങ്ങനെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനകത്ത് എനിക്ക് നമ്മൾ ആരെയും കുറ്റം പറയാനോ അല്ലെങ്കിൽ അവർ ചെയ്യുന്നത് തെറ്റാണെന്നോ അങ്ങനെയൊന്നും പറയാൻ പറ്റത്തില്ല. ഓരോരുത്തരുടെ മനോഭാവമാണ് അത്. പല പഴയ കാലഘട്ടങ്ങളിൽ അപ്പച്ചന്മാരൊക്കെ എല്ലാവരും ഒരുമിച്ച് വന്നിരുന്നിട്ട് അവർ പ്രാർത്ഥിച്ച് പാടി ദൈവത്തെ ആരാധിക്കും. എന്നിട്ടാണ് വചനത്തിലേക്ക് കടക്കുന്നത്. അവരൊരുമിച്ച് കൂടിയിട്ടായിരുന്നു അത് ചെയ്യുന്നത്, ആരാധനയ്ക്ക് വേണ്ടി അവർ ഏൽപ്പിക്കുന്നത്. എന്നാൽ ഇന്ന് എല്ലാവരും ഭയങ്കര ബിസി സ്കെഡ്യൂളിലാണ്. എന്നാൽ പ്രത്യേകിച്ച് സംഭവങ്ങളൊന്നുമില്ല. ഈ ഒരു സമയം കറക്റ്റ് ചെയ്ത് വരാനായിട്ട് എല്ലാവരെ കൊണ്ടും കഴിയും. ഈവൻ ഒരു ഡോക്ടറിൻ്റെ അടുത്ത് പോയാൽ ഇന്ന സമയത്ത് വന്ന് ടോക്കൺ എടുക്കണമെന്ന് പറഞ്ഞാൽ ആ കറക്റ്റ് സമയത്ത് തന്നെ പോയി ടോക്കൺ എടുക്കും. ഒരു ട്രെയിൻ ടിക്കറ്റ് എടുക്കണമെങ്കിൽ ഇന്ന സമയത്ത് ചെന്നാൽ എടുക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ ആ കറക്റ്റ് സമയത്ത് പോയി എടുക്കും. വേറെ ഏത് ആവശ്യങ്ങളാണെങ്കിലും, ഒഫീഷ്യലി എന്ത് കാര്യങ്ങളിലാണെങ്കിലും, സ്വന്തം ഓഫീസിനകത്ത് പോകുന്ന മനുഷ്യൻ വരെ വളരെ ആക്യുറേറ്റ്, എല്ലാവരുടെ സമയം ഭയങ്കര പങ്ക്ച്വലാണ്. പക്ഷെ ദൈവസാന്നിധ്യത്തിലേക്ക് കടന്നു വരുമ്പോൾ പലർക്കും അവർക്കതിനൊരു സമയം വെച്ചിട്ടുണ്ട്. പലരും ഇന്ന് ആരാധനയ്ക്ക് വരുന്നുണ്ടെങ്കിൽ അത് പാസ്റ്ററെ പ്രസാദിപ്പിക്കാൻ വേണ്ടി വെക്കുകയാണ്. പാസ്റ്റർ വന്നില്ലെങ്കിൽ എന്ന് വിചാരിക്കുക എന്ന് ഓർത്തോട്ട് പാസ്റ്റർ തല കാണിക്കാൻ വേണ്ടിയിട്ട് വരുന്ന ആളുകളുണ്ട്. പല മനോഭാവങ്ങൾ എല്ലാവർക്കും. നമ്മുടെ ഒരു ചെറിയൊരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ഒരു കുഞ്ഞിനെ വിളിച്ച് നിർത്തി ആ കൊച്ചിനോട് ചോദിക്കുക, മോനെ നിനക്ക് നാളത്തെ ദിവസത്തെക്കുറിച്ച് എന്തെങ്കിലും വിചാരമുണ്ടോ? ആ കൊച്ചു പറയാം, എനിക്കൊരു വിചാരമില്ല. എന്നാൽ പറയും, മോനെ നിനക്ക് നാളെ ഭക്ഷണം കിട്ടുമെന്നുള്ള വേവലാതി ഉണ്ടോ? ഞാൻ പറയും, എനിക്കൊരു വേവലാതിയില്ല. കാരണം അവൻ 4 നേരം കഴിക്കേണ്ടതിന് 6 നേരം കൊടുക്കാൻ മാതാപിതാക്കൾ അവനുണ്ട്. അവന് വേണ്ട സകലതും നൽകാനായിട്ട് അവൻ്റെ ചുറ്റുപാടും പല വ്യക്തികളുമുണ്ട്. എന്നാൽ ഒരു കുഞ്ഞിനെ സംബന്ധിച്ച് അവൻ പ്രാർത്ഥന എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വാക്ക് പറയുന്ന ഒരേ ഒരു സമയത്ത് എക്സാം വരുമ്പോൾ, ആ സമയം വരുമ്പോൾ കൊച്ചു പറയും, ദൈവമേ ഞാൻ പരീക്ഷ എഴുതാൻ വേണ്ടി പോവുക. കാരണം അവിടെ ആ കൊച്ചു ഉള്ളൂ, അവനും മാത്രമേ ഉള്ളൂ. ആ കൊച്ചുകൊണ്ട് എക്സാം ചെയ്യുന്ന വ്യക്തിയുണ്ട്, അത് മാത്രമേ ഉള്ളൂ. അവിടെ അപ്പനും വരില്ല, അമ്മയും വരില്ല, ആരും വരില്ല. ഇത് നല്ലപോലെ പുള്ളിക്കറിയാം. അതുകൊണ്ട് അവിടെ എത്തുമ്പോൾ മാത്രം പുള്ളിക്കാരനൊന്ന് പ്രാർത്ഥിക്കും. ഈ പ്രവണത എങ്ങനെ കുഞ്ഞുങ്ങളുടെ അകത്ത് വന്നു? അത് ആ കുഞ്ഞിനൊരു തോന്നൽ വന്നുകൊണ്ട് എൻ്റെ ഈ നീഡിൽ എന്നെ, അല്ല ഈ ആവശ്യത്തിൽ എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേറെ ആർക്കും പറ്റൂല, ദൈവത്തിന് മാത്രമേ പറ്റുള്ളൂ. ഒരു സഹായത്തിന് വേണ്ടി കൈ നീട്ടാനുള്ള ഒരു വ്യക്തിയാക്കി പലപ്പോഴും നമ്മൾ അതിനെ മാറ്റി. ഇത് ശരിക്കും നമ്മുടെ സമൂഹം, നമ്മളായിരിക്കുന്ന ചുറ്റുപാടുകൾ തന്നെ അവരുടെ അകത്തേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അവർ വളർന്നു വരുമ്പോൾ ഇത് കണ്ടാണ് അവർ വളരുന്നത്. അവർക്ക് മറ്റൊന്നിന് എന്തെങ്കിലും പ്രയാസം വരുമ്പോൾ, പ്രതികൂലം വരുമ്പോൾ അപ്പനും അമ്മയും മുട്ടുകുത്തിയിരുന്ന് പ്രാർത്ഥിക്കുന്നതാണ്. എന്നാൽ അതല്ലാതെ സാഹചര്യങ്ങളിൽ എല്ലാ സമയത്തും ഒരുപോലെ ദൈവത്തോട് അടുത്ത് നിൽക്കാനായിട്ട് ദൈവത്തെ ഒരു ATM കാർഡായിട്ട്, ATM സെന്ററായിട്ട് എടുത്തിരിക്കുകയാണ്, ഉപയോഗിക്കുന്നു. ആ പ്രവണത നമ്മൾ മുതിർന്ന വ്യക്തികൾ എങ്ങനെ അതിനെ ബിഹേവ് ചെയ്യുന്നു എന്നുള്ളത് നോക്കിയിട്ടാണ് കുഞ്ഞുങ്ങൾ ഇതിനെ ഫോളോ ചെയ്യുന്നത്. അവരുടെ മുമ്പിൽ ഒരു മാതൃകയാകാനെങ്കിലും നാം എന്നും ഒന്ന് പ്രാർത്ഥിക്കുകയും ദൈവസന്നിധിയിലൊന്ന് ചിലവഴിക്കുകയും ചെയ്താൽ ദൈവത്തോട് അടുത്തിരിക്കുന്നതനുസരിച്ച് നമുക്കറിയാൻ പറ്റും, നമ്മൾക്ക് അവിടെ നിന്ന് വിട്ടുപോകാൻ തോന്നത്തില്ല. 10 ദിവസം അടുപ്പിച്ച് പ്രാർത്ഥിക്കുന്ന വ്യക്തി 11ാമത്തെ ദിവസം പ്രാർത്ഥിച്ചില്ലെങ്കിൽ 12ാമത്തെ ദിവസം അവൻ പ്രാർത്ഥിക്കില്ല. He gets used to it. Yes.
അതുപോലെ തന്നെ വീടിനകത്ത് കുടുംബമായി ഒരുമിച്ചിരുന്ന് ആരാധിക്കാൻ, ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാൻ, കൈയടിച്ച് പാട്ടുപാടി ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ നമ്മൾ കാണിക്കുന്ന പങ്ക്ച്വാലിറ്റി അത് ആരാധനയ്ക്കകത്ത് വെളിപ്പെട്ട് വരും. ഈ ആരാധന ഒരു വിശ്വാസിയെ സംബന്ധിച്ചോളം എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് ആണെന്നുള്ളതാണ് പാസ്റ്റർ ഒന്ന് ആരാധന. കർത്താവ് പറഞ്ഞിരിക്കുന്നൊരു വാക്യമുണ്ട്, എപ്പോഴും സന്തോഷിപ്പിൻ, എല്ലാറ്റിനും സ്തോത്രം ചെയ്യും. ആ വാക്യം തന്നെ അതിനകത്തുണ്ട്. ആ സ്തോത്രത്തിൽ തന്നെ പാട്ടുണ്ട്. അതിൻ്റെ ഓരോ റിസൾട്ടാണ് പാട്ട്. ബാക്കിയുള്ള പ്രാർത്ഥനയിൽ ഓരോരോ ഏരിയകൾ നമ്മൾ കടന്നു പോകുന്നത് ഇതാണ്. അത് നാം എത്രത്തോളം പ്രാർത്ഥിക്കുന്നു, എത്രത്തോളം ദൈവത്തെ സ്തുതിക്കാൻ ഉപയോഗിക്കുന്നു. ഇന്ന് ദൈവമേ സ്തോത്രം 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 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ ചിന്തിക്കും, ഇനി അടുത്തൊരു സാധനം പറയണം, അടുത്തതൊന്ന് പറയണം. നമുക്ക് അകത്തൊരു ആഗ്രഹം ഉണ്ടാവും. നമ്മൾ എത്രത്തോളം അത് ചെയ്യുന്നു അപ്പോഴാണ് ഈ വ്യത്യാസങ്ങൾ കണ്ടു തുടങ്ങുക. കുഞ്ഞുമായിട്ടൊക്കെ നമ്മൾ സമയം ചെലവഴിക്കുമ്പോൾ, കൊച്ചു കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് സമയം ചെലവഴിക്കുമ്പോൾ അവരെ സ്നേഹിക്കാനായിട്ട് നമ്മൾ പല വഴികളും തിരഞ്ഞെടുക്കാറുണ്ട്. എപ്പോഴും ആന കളിച്ചുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ കൊച്ചിന് ഭ്രാന്ത് പിടിക്കും. കൊച്ചു പറയാൻ ഒന്ന് മാറി ബോറടിച്ചു പോകും. പുതിയ പുതിയ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യും. കുഞ്ഞുങ്ങൾക്ക് ഭയങ്കര സന്തോഷമാണ്. ഇത് നമ്മൾ എന്ന് കരുതി ആരാധനയ്ക്ക് വരുമ്പോൾ ആന കളിക്കണമെന്നൊന്നുമല്ല. ആരാധനയ്ക്ക് വരുമ്പോഴും നമ്മളെപ്പോഴും വ്യത്യസ്തത പുലർത്തണമെങ്കിൽ നമ്മളെന്നും അതിനകത്തായിരിക്കണം, എപ്പോഴും ആരാധനയിലായിരിക്കണം. ഇന്ന് പലപ്പോഴും എല്ലാവർക്കും ആത്മാഭിഷേകം വേണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഫയർ മീറ്റിംഗ് വേണം. ഇത് കണ്ട് ഞാൻ ദൈവസന്നിധിയിലൊന്ന് പറഞ്ഞാൽ എനിക്ക് വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ച് ആരാധിക്കണം, ഞങ്ങൾ അങ്ങനെ ഇരുന്ന് ആരാധിക്കണം. എൻ്റെ കൊച്ചും എൻ്റെ വൈഫ് ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങൾ 3 പേരും കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും ചെയ്യും. എൻ്റെ കുഞ്ഞത് കണ്ട് കുഞ്ഞായിരിക്കുന്ന സമയത്ത് തന്നെ അവൾ തലയിൽ തുണിയൊക്കെ ഇട്ടിട്ട് പുള്ളിക്കാരത്തെയും വന്നിരിക്കും. അത് അവരുടെ അകത്തേക്ക് നമുക്ക് കൊടുക്കാൻ കഴിയുന്ന ഒരു സീഡാണത്. അതാണ് അവരുടെ അകത്ത് വർദ്ധിച്ചു വരുന്നത്. കഴിഞ്ഞ ദിവസം എൻ്റെ വീട്ടിലിരുന്നിരിക്കുമ്പോൾ എൻ്റെ സിസ്റ്ററിൻ്റെ മോള് വന്നപ്പോൾ മോളും അവരെല്ലാവരും ഫാമിലിയായിട്ട് വന്നപ്പോൾ വീടിനകത്തിരുന്ന് കുടുംബ പ്രാർത്ഥനയ്ക്ക് ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന് ആരാധിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങളുടെ ചേച്ചിയുടെ മോള് അവൾ അഭിഷേകം പ്രാപിച്ചു, അന്യഭാഷയിൽ ആരാധിക്കാൻ തുടങ്ങി. ഒരു ഫയർ മീറ്റിംഗും പുറത്ത് അന്വേഷിച്ച് പോകേണ്ടി വന്നില്ല, വീടിനകത്തിരുന്നപ്പോൾ അത് സംഭവിച്ചു. ഇത് നമ്മുടെ ഭവനത്തിൻ്റെ അകത്ത് വെളിപ്പെട്ടാൽ, നാം എന്നും ആരാധിക്കുന്നവനാണ്, നാം ദൈവത്തിൽ സന്തോഷിക്കുന്നവനാണെങ്കിൽ അവന് ചർച്ചിനകത്ത് വന്നാൽ അവനെ ആരും നിർബന്ധിക്കേണ്ട ആവശ്യമില്ല. അതെ. താങ്ക് യു പാസ്റ്റർ ഫോർ ദോസ് വണ്ടർഫുൾ ടൈംസ്. ഇതൊരു വർഷിപ്പ് ഇൻ്റർവ്യൂ ആയിരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ഇനിയും പല ആൾക്കാരെയും ദൈവം ഈ പാട്ടുകളാലും ഈ വർഷിപ്പ് മിനിസ്ട്രിയുമായിട്ടും തൊടട്ടെ. And thank you for joining us here on I2I one more time. And this is Pastor Lordson Anthony here with us. And please join us back as we're going to meet another man of God in the next weeks ahead. God bless you all. പാട് തിരിയാ കഴിയില്ലെനിക്ക് പ്രിയനേ എന്നെ യേശുനാഥ. അതിനം തുറന്നു പറഞ്ഞ് പിരിയാ കഴിയില്ലെനിക്ക് പ്രിയനേ എന്നെ യേശുനാഥ. ഒരിക്കൽ കൂടെ സ്നേഹത്തോടൊന്ന് പറഞ്ഞു, കഴിയില്ലെനിക്ക് പ്രിയനേ എന്നെ യേശുനാഥ.